പേടിക്കാനൊന്നുമില്ല, എഴുന്നേറ്റുള്ളൂ. ഡോക്ടർ, അല്ല, എങ്ങനെയുണ്ട് പ്രഭയ്ക്ക്? ഞാൻ ഓടി ഹോസ്റ്റലിൽ ചെന്നപ്പോഴേ അറിഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്. ഞാൻ പ്രഭയുടെ ഹസ്ബൻഡാണ്, പ്രസാദ്. കുറച്ച് അനീമിക്കാണ്. ഞാൻ 1-2 അയൺ ടാബ്ലറ്റ്സ് എഴുതാം. നല്ല ഭക്ഷണം വേണം, വിശ്രമവും. മനസ്സിനെ അലട്ടുന്ന ഒന്നും ഉണ്ടാവരുത്, അതാണ് പ്രധാന കാര്യം. ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കണം, പിന്നെ വെജിറ്റബിൾസും. വെള്ളം കുടിക്കണം. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ എല്ലാ മാസികകളിലും ഇതൊക്കെ എഴുതുന്നതല്ലേ. ആരോഗ്യ മാസികകൾ തന്നെ ഇപ്പൊ ധാരാളം ഉണ്ടല്ലോ മലയാളത്തിൽ. പ്രഭേ, സുഖമുണ്ടല്ലോ അല്ലേ? കഴിയുമെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. വീട്ടിൽ കിട്ടുന്ന പരിചരണം ഹോസ്റ്റലിൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. അത് വേണ്ട, ഹോസ്റ്റൽ മതി. വീട്ടിൽ പോയാൽ റെസ്റ്റ് കിട്ടില്ല. അത് പിന്നെ അവിടുത്തെ ഒരു സെറ്റപ്പ് അത്ര ശരിയല്ല, അതുകൊണ്ടാ. അവിടെ ആകെ ബഹളമാവും, വീട് പണിയും ഗസ്റ്റും പിന്നെ അമ്മായിയമ്മ പോരും. സത്യം പറയാലോ, ഹോസ്റ്റൽ മതി, അതാ നല്ലത്. കുറച്ച് ഫ്രൂട്ട്സും ഇടയ്ക്ക് പുറത്തുനിന്ന് ഫുഡും കഴിച്ചാൽ മതിയല്ലോ, അല്ലേ പ്രഭേ? ഈ കുട്ടിയുടെ വീട്ടിൽ പോയി നിന്നൂടെ? അവിടെ അമ്മായിയമ്മ പോരൊന്നുമില്ലല്ലോ. ഈ സമയത്ത് സ്വന്തം അമ്മയുടെ കൂടെയാ നിൽക്കേണ്ടത്. അത് പറഞ്ഞാൽ അതിലൊരു രസമാ. അവിടെ അമ്മായിയമ്മ പോരില്ല, പക്ഷെ അമ്മായിയപ്പനും മരുമോനും തമ്മിലാ പോര്. അതുകൊണ്ട് അവിടെ രക്ഷയില്ല. അതുകൊണ്ടല്ലേ പ്രഭയെ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഡോക്ടർ. എവിടെ താമസിച്ചാലും ശ്രദ്ധിക്കണം. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അർദ്ധരാത്രി ആയാലും എന്നെ ഫോൺ ചെയ്താൽ മതി, ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ. വരൂ. വാ, പൈസയൊക്കെ ഞാൻ കൊടുത്തു. അതുകൊണ്ടേ ഭക്ഷണ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പ്രശ്നങ്ങളൊക്കെ പതുക്കെ കാലക്രമേണ പരിഹരിക്കപ്പെടും. അതോർത്ത് വെറുതെ മനസ്സുരുക്കരുത്. എനിക്കിപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളോ അലട്ടലുകളോ ഒന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. സുനിൽ ഇടയ്ക്കൊക്കെ വരണം. വേറാരും എന്നെ അന്വേഷിക്കാനില്ലെന്ന ഓർമ്മ വേണം. അത് പിന്നെ ഞാൻ വരാതിരിക്കുമോ? ഏതായാലും ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കണം. വെള്ളിയാഴ്ച ഞാൻ വരുമ്പോൾ നല്ല മാതളപ്പഴം വാങ്ങിച്ചുകൊണ്ട് വരാം. കുഞ്ഞിന് നല്ല നിറം കിട്ടാൻ മാതളപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് ഈയിടയ്ക്ക് ഞാനൊരു മാസികയിൽ വായിച്ചു. പിന്നെ ഈ ഗുളികളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. അല്ലെങ്കിൽ നോക്കിക്കോ, വെള്ളിയാഴ്ച ഞാൻ വരുമ്പോൾ ഒരു കൊച്ചു ചൂരൽ വടിയുടെ കൊണ്ടുവരും. എന്നിട്ട് ഗുളിക കഴിച്ചില്ലെങ്കിലേ ഈ സ്കൂൾ പിള്ളേരെയൊക്കെ തല്ലുന്ന പോലെ നല്ല തല്ലു വെച്ചിരും. വാ. മേട്ടനെവിടെ? ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിലോ? കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കൂ, അതോ തോളത്തെടുത്തുകൊണ്ട് നടക്കൂ? കോമളം, അത് നീ എങ്ങനെ ഇവിടെ? ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നാണല്ലേ അറിയേണ്ടത്? ഞാൻ ഇതൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? പ്രസാദ് എന്ന കള്ളപ്പേരും കൊടുത്ത് ഇവളെ ഭാര്യയാക്കി ഇവിടെ താമസിപ്പിച്ച ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. ഒന്ന് പതുക്കെ. ഇവള് ഗർഭിണിയായ അതെന്നെ അറിയിക്കാതെ പ്രസവം എടുത്ത് അച്ഛനാവാന്ന് വിചാരിച്ചു. ഇല്ല, ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി സുനിലെ. ഇല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ തല ഞാൻ തല്ലി തകർത്തേനെ. നാണമില്ലല്ലോടി നിനക്ക്? നിനക്ക് കഴിഞ്ഞാണെങ്കിൽ ഈ ലോകത്ത് വേറെ എത്ര ആണുങ്ങളെ കിട്ടിയേനെ? എന്റെ ഭർത്താവിന് മാത്രമേ കിട്ടിയുള്ളൂടി. അടിച്ചു ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചാടിക്കേറി മണ്ടത്തരൊന്നും വിളമ്പരുത്. ഞാനെല്ലാം സമാധാനമായിട്ട് പറയാം. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വസിക്കാനോ? നിങ്ങളെ ഇനിയും ഞാൻ വിശ്വസിക്കാനോ? അതിന് കോമള ഒന്നുകൂടെ ജനിച്ച് മരിക്കണം. അത് വേണ്ട സുനിലെ, നിങ്ങളെ ഞാൻ
പ്രാണിനേക്കാൾ വലുതായിട്ട് സ്നേഹിച്ചത്. എന്റെ സ്വന്തം പെറ്റമ്മയെ പോലും തള്ളി പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. അത് നിങ്ങൾ ഓർക്കണമായിരുന്നു. നിങ്ങളുടെ കണ്ണു നിറഞ്ഞ എന്റെ നെഞ്ച കലങ്ങിയിരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ എല്ലാം ത്യജിച്ചത്. എന്നിട്ടും നിങ്ങൾ എന്നെ വാഞ്ചിച്ചല്ലോ സുനിലെ. എന്നെയല്ല, സുനിലിനെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ സപ്താഹങ്ങൾക്കും ഗീതാജ്ഞാന യജ്ഞത്തിന് പോയിട്ട് എന്താ കാര്യം? ഇത്ര നീചനായ ഒരുത്തനാണല്ലോ ആ ഭക്തിക്ക് മകനായി കിട്ടിയത്. എന്താ എന്താ ഇവിടെ? ആരാ ഇവര്? കൊച്ചേ, നീ ഏതാ? എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? പ്രസാദേ, ഇവരാരാ? ചോദിക്കണ്ട. ഞാൻ ആരാണെന്ന് ഇയാളോട് ചോദിക്കണ്ട. ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇയാളിപ്പോ പ്രസാദാണല്ലോ, ഈ നിൽക്കുന്ന സ്ത്രീയുടെ ഭർത്താവ്. 2 മണിക്കൂർ മുമ്പായിരുന്നെങ്കിൽ ഇയാൾക്ക് എന്നെ അറിയാമായിരുന്നു. ആ സമയത്ത് ഇയാൾ എന്റെ ഭർത്താവായിരുന്നു. പേര് സുനിൽ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒന്നുമില്ല മാഡം, ഇതൊരു തെറ്റിദ്ധാരണയുടെ പേരില്. മിണ്ടി പോരുത്. തെറ്റിദ്ധാരണ. ഞാൻ തുറന്നു പറഞ്ഞേക്കാം വാർഡൻ. ഈ നിൽക്കുന്നത് പ്രസാദ് അല്ല, സുനിലാണ്, എന്റെ ഭർത്താവ്. ഈ സ്ത്രീയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അയാളുടെ പേര് പ്രസാദ് എന്നാ. അയാള് പക്ഷേ ഇവരെ ഭാര്യയായി അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ നടക്കുന്നത് ശരിക്കും ആൾമാറാട്ടോ. ദൈവമേ, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? ആണോന്ന് ഇവരോട് ചോദിക്ക്, ഇവര് പറയട്ടെ. പ്രഭേ, പ്രസാദേ, എന്താ ഇവര് പറയുന്നത്? നിൽക്കുന്ന നിപ്പ് കണ്ടോ? നാക്കുണ്ടോ രണ്ടിനും? ഇല്ല, നാക്ക് പൊങ്ങത്തില്ല അവർക്ക്. മാഡം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ മനുഷ്യനെ സ്നേഹിച്ചും വിശ്വസിച്ചും ഞാൻ എല്ലാവരും വേണ്ടെന്ന് വെച്ചവളാ. എന്റെ സ്വർണവും പണവും എല്ലാം ഷെയർ ബിസിനസ്സിൽ കളഞ്ഞു. പോട്ടെ, എനിക്ക് വേണ്ട. ഈ മനുഷ്യന് സന്തോഷം മാത്രം മതിയെന്ന് തീരുമാനിച്ച് എല്ലാം കൊടുത്തവളെ ഈ കോമളം. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് കാണിച്ചെന്താന്ന് കണ്ടോ മാഡം? കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ. ഇവള് പിശാചാ മാഡം, ഇവള് യക്ഷിയാ. ചോരയും നീരുമുള്ള ആമ്പിള്ളേരെ വശീകരിക്കാൻ നടക്കുന്ന യക്ഷി. ഇവൾക്കൊരു ഭർത്താവ് ഉണ്ടായിട്ടും എന്റെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടിയാ ഇവളുടെ ശ്രമം. എന്റെ ശവത്തി ചവിട്ടി ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. കോമളായി പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഒരു പാഠം നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ഇവളുടെ പ്രസവം എടുത്ത് കുഞ്ഞിനെ വളർത്തി അവസാനം ഇവള് നിങ്ങളെ കരിമ്പഞ്ചട്ടി പോലെ ചവച്ച് തുപ്പിക്കഴിഞ്ഞ് കേറി വന്നേക്കണം എന്റെ വീട്ടിലോട്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടംപോലെ ജീവിച്ചോ, എനിക്ക് നിങ്ങളെ വേണ്ട. എന്റെ ആരുമല്ല നിങ്ങള്. എനിക്ക് നിങ്ങളെ കാണുകയേ വേണ്ട. ഇനി മേൽ കോമളം ഒന്ന് വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരികയും വേണ്ട. കോമളം, നിങ്ങളോടാ ചോദിച്ചത്, ഈ കേട്ടതൊക്കെ സത്യമാണോന്ന്. ദേ, നിങ്ങള് പ്രസാദോ അവരുടെ ഭർത്താവ് സുനിലോ? ഇപ്പൊ ചെയ്യേണ്ടത് പോലീസിനെ വിളിക്കുക. ആൾമാറാട്ടത്തിന് വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ഇവിടെ കേറ്റത്തില്ലെന്ന്. അല്ല, ഞാൻ നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തു. എടി കൊച്ചേ, നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെ അല്ലേ സ്നേഹിച്ചത്? അതിനാണോടി നീ എനിക്ക് ഈ സമ്മാനം തന്നത്? വേണ്ടേ, ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഒരു സെക്കൻഡ് ഇനി ഇവിടെ താമസിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. മാഡം, ദയവേത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞങ്ങൾ ബന്ധുക്കളാ. ഇത് ഞങ്ങൾ ബന്ധുക്കൾക്കിടയിലെ പ്രശ്നങ്ങളാ. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് മതി വർത്തമാനം. അതെ തങ്കമണി, ഇവരുടെ റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്. ആ സെക്യൂരിറ്റിയെ വിളിച്ച് രണ്ടിനെ പുറത്താക്ക്. വേണ്ട, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. സെക്യൂരിറ്റിയെ വിളിച്ച് നാട്ടുകാരെ ഒന്നും അറിയിക്കണ്ട. സുനിലെ, ഞാൻ വരുന്നത് സുനിലിന്റെ വീട്ടിലേക്ക് തന്നെയാ. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് എനിക്ക് സുനിലിന്റെ അമ്മയോടെങ്കിലും പറയണം. കേൾക്കാൻ ചെവിയും മനസ്സും തരുമെങ്കിൽ കോമളത്തിനെയും പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ കാരണം സുനിലിന്റെ കുടുംബം തകരാൻ പാടില്ല.
ഒന്ന് ഇറങ്ങി വന്നേ. ഞാൻ അമ്മയുടെ മോന്റെ തലനിറം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇന്നോ? അമ്മേ, അമ്മേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ. ഞാൻ വിളിക്കുന്ന കേട്ടില്ലേ? അമ്മേ, അമ്മേ. എന്നാലും അമ്മയുടെ മോൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? ഞാൻ എന്റെ പ്രാണനേക്കാൾ സ്നേഹിച്ചിട്ടില്ല ആ മനുഷ്യനെ. സുനിലിന്റെ എന്തെങ്കിലും ഒരു ആവശ്യം ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ടോ? സ്വന്തമായൊരു കുഞ്ഞുണ്ടാവാത്തതിന് ഡോക്ടർമാരുടെ അടുത്ത് കയറി ഇറങ്ങി നടക്കുമ്പോഴും ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തിനാ ഒരു കുഞ്ഞുണ്ടായ പിന്നെ സുനിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാതെ വരുമല്ലോ എന്ന് അറിയാവോ? അറിയാം, എനിക്കറിയാം മോളെ. നീ നിന്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് മരിച്ചാ മതി അമ്മ. എന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കാൻ അമ്മയുടെ മകന് തോന്നിയല്ലോ. ഞാൻ ഇനി ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാവരെയും തള്ളി പറഞ്ഞിറങ്ങി വന്നവളല്ലേ ഞാൻ. അമ്മയ്ക്കും അച്ഛനും ആകെയുള്ളൊരു മോളായിട്ടും. എടി, അവനെ തള്ളി കളഞ്ഞേക്ക്. ഒന്നാം തരം ചെറുക്കന്മാരെ നിനക്ക് ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് അമ്മ പറഞ്ഞിട്ടും ഞാനത് കൂട്ടാക്കാതെ എനിക്ക് എന്റെ ഭർത്താവ് മതിയെന്ന് പറഞ്ഞു വന്നതാ. എന്നിട്ടിപ്പോ എനിക്ക് കിട്ടിയത് എന്താ? അമ്മ തന്നെ ഒന്ന് പറഞ്ഞ്. ഞാൻ എന്തു പറയണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? എന്റെ മോൻ സുനിൽ പ്രഭയെ അവന്റെ ഭാര്യയാക്കിയെന്ന് നീ പറയുന്ന സത്യമാണെന്നോ? എനിക്ക് പറയാനുള്ളത് ഇതാണ്. ദേ, നീ ഈ വേഷം മാറി മുഖം കഴുകുക. ചായ ഇട്ട് തരാം. രാവിലത്തെ ദോശമാവുണ്ട്, അത് വെച്ച് ചൂടോടെ ദോശ ചുട്ടുതരാം. കഴിച്ചിട്ട് നീ സമാധാനായിട്ടിരിക്കെ. അമ്മയ്ക്കെല്ലാം തമാശ അല്ലെങ്കിൽ വേദാന്തം. എനിക്കിനി ഈ ജന്മത്തെ സമാധാനം കിട്ടും. ദോശയിൽ നിന്ന് ചായം കുടിച്ചോണ്ടിരിക്കാനോ ഞാനോ? അമ്മേ, സുനിൽ എന്നെ വഞ്ചിച്ച കേട്ടിട്ട് അമ്മയ്ക്ക് ഒരു ദേഷ്യം തോന്നില്ലേ? മകൻ എന്ത് വൃത്തിയോട് കാണിച്ചാലും അമ്മ മകന്റെ സൈഡാണോ? എന്റെ മകൻ അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ ഒന്നാമത് അതിനുള്ള ധൈര്യമില്ല. സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ അവന് പണ്ടേ കഴിവില്ല. രണ്ടാമത് അത്രയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബലമില്ല. അവനൊരു പാവമാ മോളെ. ആണുങ്ങൾക്ക് മറ്റ് സ്ത്രീകളോട് കമ്പം തോന്നുന്നത് സാധാരണയാണ്. ഒന്നുകിൽ അങ്ങനെയുള്ളവൻ പോട്ടെന്ന് വെക്കണം, അതല്ല അവൻ കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കണം. നിനക്കുള്ളതെല്ലാം നിനക്ക് തന്നെ കിട്ടും. മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ നീ എത്ര കടന്ന് ചാടിയാലും അത് നിനക്ക് കിട്ടുകയില്ല. ഓരോന്നിനും വേണ്ടി ചാടി പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മോളത് ഓർക്കണം. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കണം. അതാ വേണ്ടത്. അതിന് പരസ്പരം വിശ്വസിക്കണം. എൻ്റെ മോളെ, തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റുമില്ല. പക്ഷെ മറക്കാനും പൊറുക്കാനും ചിലപ്പോൾ ചിലത് ത്യജിക്കാനും തയ്യാറാകണമെന്ന് മാത്രം. വേണ്ട, അമ്മ വിശ്വസിക്കണ്ട. സുനിലെ അവളെയും കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചോടി പോയി കാണും, എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ മണിക്കൂർ എത്ര കഴിഞ്ഞു, വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ചിലപ്പോ അവര് വേറെ വീടെടുത്ത് താമസം തുടങ്ങി കാണും. 1-2 മണിക്കൂർ കൊണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും അവിടെ താമസം തുടങ്ങാനും കഴിയുമോ നമ്മുടെ നാട്ടിൽ? എങ്കിൽ ഇന്നത്തേക്ക് വല്ല ഹോട്ടലിൽ പോയി മുറിയെടുത്ത് കാണും. എത്രയായി? കണ്ടോ കണ്ടോ അമ്മേ, അവളെ വിളിച്ചോണ്ട് സുനിൽ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നു. നോക്ക്, ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് വിശ്വാസമായല്ലോ. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എനിക്കുണ്ട് വീട്, എനിക്കുണ്ട് അച്ഛനും അമ്മയും.
എന്റെ പൊന്നു മോളെ കോമളം, നീ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തത് എന്താ? അവൻ അവളെയും കൊണ്ട് ഒളിച്ചോടിപ്പോയി വീടെടുത്ത് താമസമായി കാണുമെന്ന്. അത് തെറ്റാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? അതുപോലെ അവനും അവളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞതും തെറ്റാണെങ്കിലോ? നീ ഈ കരഞ്ഞതും ബഹളം വെച്ചതും അവനെ ആക്ഷേപിച്ചതും തിരിച്ചെടുക്കാൻ പറ്റുമോ? മോളെ, കയ്യിന്ന് തറയെ വീഴുന്ന വസ്തു തിരിച്ചെടുക്കാം, പക്ഷെ നാവിന്ന് വീഴുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. എനിക്കല്ലേലും അറിയാം, അമ്മ മോന്റെ കൂടെ നിൽക്കൂ. എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഓടിത്തിരിക്കുന്ന വസ്ത്രത്തോടെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു. എനിക്കിനി ഈ വീടുമായോ സൂര്യനുമായോ യാതൊരു ബന്ധവുമില്ല. ഇങ്ങേര് വാങ്ങി തന്ന ഡ്രസ് പോലും ഞാൻ എടുക്കുന്നില്ല. അത് ഇവക്ക് കൊടുത്തേക്ക്. കോമളം നിക്ക്, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എനിക്കും പ്രഭയ്ക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കോമളം പ്ലീസ്. എന്റെ പേര് നിങ്ങൾ ഇനി ഉച്ചരിക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് സംസാരിക്കാനുണ്ട്. എന്താ അത്? കാറിൽ വരുന്ന വഴി രണ്ടുപേരും ചേർന്ന് പടച്ചുണ്ടാക്കിയ കള്ളങ്ങൾ അതങ്ങ് പുളിമൂട്ടില് വെളുമ്പഴെടുത്ത് പോയി പറ. ഞാനൊന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്നിട്ട് നീ എന്താന്ന് വെച്ചാ ചെയ്തോ. അതല്ല എടി, ഞാനും പ്രഭയും കൂടെ. നീ എങ്ങോട്ടാ പോന്നേ? അമ്മേ, നിക്ക്. എല്ലാം കോമളത്തിന്റെ സംശയങ്ങളാ. ഞങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേ, ദേ കോമളം, പ്രഭേ ഒന്ന് വിളിക്കേ, വിളിക്കേ. അമ്മേ ഒന്ന് വിളിക്കേ. അവിടുന്ന് പോവാ. പോട്ടടാ, പോകേണ്ട സമയത്ത് പോകും, വരണ്ട സമയത്ത് വരും. നീ ആകെ ക്ഷീണിച്ചല്ലോ മോളെ, കേറി വാ. അമ്മേ, ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. കോമളത്തെ ബുദ്ധിമുട്ടിക്കാനും ആഗ്രഹമില്ല. എവിടെ പോയതാ? സത്യാവസ്ഥ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നതാ. നമ്മുടെ ആഗ്രഹം പോലെ അല്ലല്ലോ നമ്മുടെ ജീവിതം. നീ കേറി വാ. നീ ഗർഭിണിയാണ്. ഈ സമയത്ത് അലഞ്ഞു നടക്കണ്ട. ഈ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നീ എന്നെ അമ്മയെന്നല്ലേ വിളിച്ചത്? ഞാൻ നിന്റെ അമ്മയും ഇവൻ നിന്റെ ആങ്ങളെയും. അപ്പോ ഈ വീട് നിന്റെ വീട്. അമ്മേ, ഞാൻ കോമളത്തെ പോയി വിളിച്ചോണ്ട് വരാം. ഞാൻ ചെന്ന് കാല് പിടിച്ച് പറഞ്ഞ അവള് കേൾക്കുമായിരിക്കും. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഏതായാലും ഈ സമയത്ത് മെയിൻ റോഡിലൂടെ ഭാര്യയുടെ പിമ്പേ നീ ഓടണ്ട. അവള് വരുന്നെങ്കിൽ വരട്ടെ, വന്നില്ലെന്ന് വെച്ച് സങ്കടപ്പെടണ്ട. വരുന്നു വെച്ച് സന്തോഷിക്കുകയും വേണ്ട. എത്ര സുനാമി വന്നാലും സമുദ്രം വീണ്ടും പഴയതുപോലെ ശാന്തമാകും. അതുപോലെ ആ മനുഷ്യ മനസ്സും. എന്റെ മോൻ വിഷമിക്കണ്ട. പ്രഭേ, അമ്മ പറയുന്ന അനുസരിക്ക്, അകത്ത് വാ. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ അനാഥയെ പോലെ താമസിക്കുന്നതിലും ഭേദമല്ലേ ഇവിടെ എന്റെ കൂടെ താമസിക്കുന്നത്? വാ വാ മോളെ, വാ.